നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രിയങ്കയെ കൊടുക്കാനും അയോഗ്യയാക്കാനും എന്താണ് വഴി? അതാണ് കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ശ്രമം. അതിനുവേണ്ടി കേരളത്തിൽ CPM-മായി സഹകരിച്ച് ഒരുമിച്ച് അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങാൻ വേണ്ടി BJP കുറേയധികം നാളുകളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്രത്തിൽ അധികാരത്തിൽ BJP എത്തിയപ്പോഴും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല. അമിത്ഷായ്ക്കൊന്നും അത് ഒട്ടും ദഹിക്കുന്നില്ല. അതിൻ്റെ കൂടെയാണ് പ്രിയങ്ക ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ, അതായത് 4,10,931 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഒഴിഞ്ഞ മണ്ഡലം വിജയിച്ച് അത് നിലനിർത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് കയറിയത്. അതോടുകൂടി വയനാട്ടിലെ പ്രാദേശിക വിഷയം ഉയർത്തി ED കൊണ്ട് അന്വേഷിപ്പിക്കണം. പ്രിയങ്ക ഗാന്ധി മണ്ഡലം MP-യാണ്. സുൽത്താൻ ബത്തേരി ഉൾപ്പെടുന്ന നിയോജക മണ്ഡലം വയനാടിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയും ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതായത് സഹകരണ വകുപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് MLA ആയ IC ബാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്ന വിഷയത്തിൽ ND അപ്പച്ചൻ എന്ന DCCയുടെ അധ്യക്ഷൻ, അതുപോലെ ഗോപിനാഥൻ, ഇവർക്കെതിരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഊർജിതപ്പെടുത്താനുള്ള നടപടി, അത് പ്രിയങ്കയിലേക്ക് എങ്ങനെ എത്തിക്കാം, അതാണ് ഇവിടെ CPM-ഉം BJP-യും ഗൂഢാലോചന നടത്തുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് CPIM-ന്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയും BJP-യെ വളർത്തിയെടുത്താലും കോൺഗ്രസിനെ തളർത്തുക എന്നുള്ളതാണ്. കോൺഗ്രസിന് വയനാടുള്ള മേഖലയിൽ വലിയ ആധിപത്യമാണ്. കൽപ്പറ്റ ആയിരുന്നാലും സുൽത്താൻ ബത്തേരി ആയിരുന്നാലും കൃത്യമായും കോൺഗ്രസിന് വലിയ ആധിപത്യം നേടിക്കൊടുക്കാൻ ഈ മണ്ഡലങ്ങളിലൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലനിർത്താൻ കഴിയുന്നു. ഒരുപക്ഷെ മാനന്തവാടിയിൽ OR കേളു ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതൊഴിച്ചാൽ ആ മാനന്തവാടി പോലും കോൺഗ്രസിന് ചായ്വുള്ള മണ്ഡലം തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസിനെ മൊത്തത്തിൽ തളർത്താൻ കൃത്യമായും പ്രിയങ്കയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി പ്രിയങ്കയെ എങ്ങനെയും അയോഗ്യയാക്കാൻ പറ്റുമോ, താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ ഇതൊരു കാരണമായി പറയാൻ പറ്റുമോ, ഇതാണ് BJP-യുടെ ശ്രമം. നേരത്തെ നവ്യ ഹരിദാസിനെ ഇറക്കി വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച അതേ BJP ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ കളം വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ പിന്നെയും അഫിഡവിറ്റിൽ കൊടുത്ത കാര്യങ്ങളിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് അവരെ അയോഗ്യയാക്കി കളയാം എന്നൊരു ശ്രമം, അത്തരത്തിലൊരു ടോക്ക് എല്ലാ ഗോദി മീഡിയകളിലൂടെയും പുറത്തുവിടാൻ BJP പ്രത്യേകമായ ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ അതും നടക്കുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോൾ സുൽത്താൻ ബത്തേരി MLA-യുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രിയങ്കയെ വലിച്ചഴച്ച് പ്രിയങ്കയുടെ അയോഗ്യത ഉടൻ തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ ഗോദി മീഡിയകൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഇതാണ് BJP CPM-ന്റെ ഒത്തൊരുമിച്ചുള്ള ഡീൽ. അതായത് പ്രിയങ്കയെ തളച്ചാൽ അതിന് പ്രത്യുപകാരം എന്ന രീതിയിൽ BJP വലിയ രീതിയിലുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് നൽകാൻ വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള രീതിയാണ്. വയനാട് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIM-ന് BJP-യുമായി സഹകരിക്കാനോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ കഴിവില്ല. അതേസമയം ഈ കാര്യത്തിൽ നല്ല മിടുക്കാണ്. വയനാട് അടിയന്തരമായി സഹായം നൽകണമെന്ന് പറയാൻ CPIM-ൽ ഒറ്റൊരു ആൾ ഇല്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്.